നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ കുറേ അധികം ദിവസങ്ങളായിട്ട് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്ന് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ ഒരു ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആയത് കാരണം അത് പറയാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി അയ്യോ ഞാനത് വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പണ്ടൊക്കെ നമ്മളുടെ വീഡിയോസിൻ്റെ കമൻസിൻ്റെ കടയിൽ ചിലരൊക്കെ വന്നിട്ട് QR കോഡൊക്കെ കൊടുക്കും. ജിപേയുടെയൊക്കെ QR കോഡൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കാണാറില്ല. ഇപ്പോൾ ഈയിടെ ഇടയ്ക്കാണ് ഞാൻ കൂടുതൽ കമൻസൊക്കെ നോക്കാറുള്ളത്. ആദ്യമൊന്നും തീരെ നോക്കാറില്ലാത്തതുപോലെ. അപ്പോൾ വല്ലവരൊക്കെ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയാറുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറയാറുണ്ട്, ആര് ജിപേയുടെ QR കോഡൊന്നും കൊടുത്താലും നിങ്ങളൊന്നും പൈസ പേ ചെയ്യരുത് കേട്ടാന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുന്നതാന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയിൽ ആരോ എന്താ കണ്ണിന് പറ്റിയെന്ന് അങ്ങനെ എന്തോ ചോദിച്ചപ്പോൾ തമിഴിലാണ് ടൈപ്പിംഗ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തോ ജിപേൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പൈസ ഇടാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അയ്യോ സ്വാതി ഇങ്ങനെ ആരൊക്കെ വന്ന് ജിപേ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോഴേ അത് കൂടുതലും കുറച്ച് പ്രായമായവരും ഒക്കെ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ചിലർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മളായിരിക്കും ചിലപ്പോൾ ആ ജിപേ നമ്പർ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ ആ നമ്പറിലൊക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് നമ്മളുടെ വീഡിയോസുകളൊക്കെ എടുത്തിട്ടിട്ട് അതിൽ QR കോഡൊക്കെ കൊടുത്തിട്ടൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു QR കോഡൊക്കെ കൊടുക്കുന്നത്, ജിപേൻ്റെ QR കോഡൊക്കെ കൊടുത്തിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഇന്ന് വരെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടില്ലെന്നൊന്നും ഞാൻ പറയൊന്നുമില്ല. ഫിനാൻഷ്യലി ഇപ്പോൾ നോർമലായിട്ട് പോകുന്ന കുടുംബങ്ങൾക്ക് പോലും ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടില്ല, ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ജിപേ നമ്പറോ അല്ലെങ്കിൽ QR കോഡോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആരും പൈസ പേ ചെയ്യരുത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ എനിക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തു എന്നോ അങ്ങനെ ഒരു കാര്യമൊന്നും കേൾക്കാനുള്ള, അല്ലെങ്കിൽ തന്നെ കഴിയുമ്പോൾ ഓരോന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരെങ്കിലും ഒക്കെ അങ്ങനെ ജിപേ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ തന്നെ ഒരാളും പൈസ ഇട്ട് കൊടുക്കരുത്. ഞാനൊരിക്കലും ജിപേൻ്റെ QR കോഡോ നമ്പറോ ഒന്നും നമ്മുടെ കമൻസിൽ ഒന്നും കൊടുക്കില്ല. ആകെ കൊടുക്കാൻ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാറുണ്ട്. അത് ഓർഡറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അത് ചിലപ്പോൾ ഞാൻ മെസ്സഞ്ചർ ഒന്നും നോക്കില്ല. ഇപ്പോൾ FBയിലാണെങ്കിൽ മെസ്സഞ്ചറിലായിരിക്കും നമ്മുടെ മെസ്സേജസ് വരിക. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജൊക്കെ നോക്കൽ വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെയാണ് നോക്കി റിപ്ലൈ ഒക്കെ കൊടുക്കുക. അപ്പോൾ ആളുകൾക്ക് ഓർഡർ ചെയ്യാനൊരു ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ നമ്പറല്ല ഞാൻ കൊടുക്കാറുള്ളത്, എൻ്റെ വാട്സപ്പിൻ്റെ നമ്പറാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ജിപേ നമ്പർ അതല്ല കേട്ടോ, വാട്സപ്പ് നമ്പർ മാത്രമാണ്. എൻ്റെ പലതിനും പല നമ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിപേ നമ്പറൊന്നും ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല, കൊടുക്കില്ല. അപ്പോൾ ആരും അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യരുത്. അബദ്ധങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നി അയ്യോ ഇങ്ങനെ ഒരു കാര്യം എന്നെ അറിയിച്ചിട്ട്, ഞാനത് കുറച്ച് ദിവസമായി എന്നെ അറിയിച്ചിട്ട്, പക്ഷേ ഞാനത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചിട്ടാ ഇനി ആരുടെയും അങ്ങനെ നമുക്കെന്ന് വിചാരിച്ച് അയച്ച് ആരുടെയും പൈസയും പോയിട്ട് ഇനി അതും കൂടെ കേൾക്കാൻ എനിക്ക് വയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ വന്ന് പറയുന്നത്. ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കണ്ണൻകുട്ടീനെ കാണിച്ചിട്ട് നോർമൽ വീഡിയോസൊക്കെ ചെയ്യാൻ. എൻ്റെ ഇവിടെ കണ്ണൻകുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്, കാല് മാത്രം നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ അല്ലേ. കണ്ണൻകുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം, ഒന്ന് ഇതാവട്ടെ, നമ്മുടെ മാലയൊക്കെ ഒന്ന് കിട്ടട്ടെ. അതാണല്ലോ അതിന് വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് സൗണ്ടൊക്കെ വന്നു തുടങ്ങി. കണ്ണൻകുട്ടിയെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കാം അല്ലേ, ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കാം, നിങ്ങളെ കാണിച്ചു തരില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ സൗണ്ട് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ, അവൻ നോർമലാണ്. പിന്നെ എത്രയൊക്കെ തന്നെ പറയണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യം നമ്മുടെ മാല തന്നെയാണ്. അതെൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടു പോയില്ല, അതങ്ങനെ പെട്ടെന്നൊന്നും വിട്ടു പോവില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ളൂ. ഒരുപക്ഷെ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമൊക്കെ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം അതിൻ്റെ പുറകിൽ നിന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിച്ച് പോകുന്നുണ്ട്. ഈ 21, 22, 23 ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ള കുറച്ച് പേരെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു വീഡിയോ ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു കമൻറ്റ്, ഞങ്ങൾ അത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മോൻ നടന്നത്,
നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ. അപ്പോൾ അതിന് ചെറുതായിട്ട് രീതിയിൽ ഞാൻ പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ അമ്മമാരുടെയും വിചാരം അവരാണ് ബെസ്റ്റ്. അപ്പം ഞാനെപ്പോഴും അമ്മ എന്നൊരു രീതിയിൽ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ എന്തൊക്കെയോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ഇട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു അടി കിട്ടും, അല്ലെങ്കിൽ ഇതിലും വിഷമിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. വൈരാഗ്യം പോലും വെച്ച് ഓരോന്ന് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ പറയണ്ട, ഞാനിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വയ്ക്കേണ്ടത് മറച്ചു വയ്ക്കണമല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മളോട് ദേഷ്യം തോന്നിയ ഒരാളായിരിക്കാം. നമ്മളെ ഇപ്പം എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാം, എന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കില്ല. കണ്ണൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ കടന്നാലേ എന്നെ കുത്തി നോവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിലൂടെയാണോ നമ്മളെ വിഷമിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം അന്നേ ദിവസം നമ്മൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുള്ള ആളുകളുടെ ലിസ്റ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമ്മളൊരു സംശയം തന്നെയാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇട്ടവരുടെ അക്കൗണ്ടിൽ ഡിലീറ്റ് അല്ല. അപ്പോൾ അതവിടെ കിടക്കുന്ന എപ്പോഴും നമുക്കൊരു തെളിവാണ്. അപ്പോൾ ആ രീതിയിലും അന്വേഷണങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അറിയില്ല നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രതി ഇരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്നെ വിഷമിപ്പിക്കാനാണിത് ചെയ്തതെന്നുണ്ടെങ്കിൽ കണ്ടന്റ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്താലും എന്നെ വിഷമിപ്പിക്കാൻ പറ്റും. നമ്മളെല്ലാ രീതിയിലും ചിന്തിക്കണം. ഇതെല്ലാം അറിയുന്ന ആളുകളാണോ, പുറമേയുള്ള ആളുകളാണോ, അതോ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്താണോ. സോഷ്യൽ മീഡിയ വഴിയും ദേഷ്യമൊക്കെ വരാനായുള്ള ചാൻസ് ഉണ്ട്. പോരാത്തതിന് തൃശ്ശൂരുള്ള ആളുകളാവുമ്പോൾ തൃശ്ശൂരുള്ള ആളുകളുടെ അക്കൗണ്ടിൽ നിന്നാണ് പോസ്റ്റ് പോയിട്ടുള്ളത്, നമ്മൾക്കെതിരെയുള്ള പോസ്റ്റൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിലും നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് ചെയ്തതാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ പോസ്റ്റൊക്കെ അവിടെ തന്നെ കെടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു തെളിവ് തന്നെയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈശ്വരൻ കൂടെയുണ്ട്. ഈശ്വരൻ എൻ്റെ ഒരു ലൈഫിൽ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ തന്നിട്ട് അതിനെന്തായാലും നല്ലൊരു അവസാനം എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോവാറുള്ളത്. ഈ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിക്കാം. പിന്നെ ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മോഷ്ടിച്ച ആൾക്ക് മാറിപ്പോയി, അവർ കണ്ണൻകുട്ടീനെ പറ്റി അവർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കണ്ണനെ എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണോ സന്തോഷമാണോ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കള്ളന്മാർക്കാണെങ്കിലും കള്ളികൾക്കാണെങ്കിലും സാധനം എടുത്ത മാറിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കമൻറ്റ് കാണുമ്പോഴേ ശരിയാണ്, അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ ആളെ കണ്ടുപിടിക്കണം. ഇത്ര നാളും എനിക്ക് ആളെ കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം എനിക്ക് ആളെ കണ്ടുപിടിക്കണം, ആൾക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. നമ്മൾ ഇത്രയും അങ്ങോട്ട് ഉരുകിപ്പിച്ചിട്ടേ പിന്നെ അവർ രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ദേഷ്യത്തിലൊക്കെ എന്തോ 2 വാക്ക് പറഞ്ഞപ്പോൾ ആരോ വന്ന് പറഞ്ഞു സൗമ്യമായി പറയും സ്വാതി, എന്നാലും അവർ തിരികെ തരുള്ളൂ എന്ന്. സൗമ്യമായിട്ട് പറയേണ്ട സമയം തീർന്നു. 24-ാം തീയതി 23-ാം തീയതി നടന്ന സംഭവമാണ്. ഈ 24-ാം തീയതി ഒക്കെ മുതൽക്ക് ഇന്നിപ്പോൾ 2-3 ഒക്കെ ആയി. ഇത്രയും ദിവസം ഞാൻ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുക, എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കെങ്കിൽ നിങ്ങൾ അറിയണ്ട എന്ന രീതിയിൽ വളരെ സൗമ്യമായിട്ട് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളുടെ ഓരോ അവസ്ഥകളും നമ്മളുടെ വികാരങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് താഴ്ന്നു നിൽക്കുക, പിന്നെ നമ്മൾ പ്രതികരിക്കുന്ന രീതികളൊക്കെ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം അല്ലേ. അതൊക്കെ സ്വാഭാവികമാണ്. അതിനെപ്പറ്റി ഇത് സംസാരിക്കുന്നില്ല, ഞാൻ വയലൻ്റായി പോവും, അല്ലെങ്കിൽ ഞാൻ ആകെ ഇമോഷണലായി പോവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജിപേ നമ്പറൊന്നും ഞാനായിട്ട് എവിടെയും കൊടുക്കില്ല. വേറെ ആർക്കും പൈസയൊന്നും പേ ചെയ്ത് ഓരോ കുഴിയിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ.